ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി കുട്ടിക്കാനം മരിയൻ കോളേജിൽ എത്തിയതാണ് നമ്മുടെ പ്രിയപ്പെട്ട ടൊവിനോ തോമസ്. സൂപ്പർമാന്റെ ടീഷർട്ടും കൂടെ ആയപ്പോൾ പിള്ളേർക്ക് അത് രോമാഞ്ചമായി മാറി. കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങളുടെ രസകരമായ ഉത്തരങ്ങളിലേക്കാണ് നാം പോകുന്നത്. പ്രണയത്തെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് ആരാഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ 10 കൊല്ലമായി പ്രണയിച്ച് വിവാഹം കഴിച്ചു, അങ്ങനെ ഒരു 10 കൊല്ലം വരെ പ്രണയം നിലനിർത്താൻ ടിപ്സ് വല്ലതും ഉണ്ടോ എന്ന ചോദ്യത്തിന് മച്ചാന്റെ ആൻസർ പൊളിച്ച്. പ്രണയത്തെ പറ്റി കാര്യമായിട്ട് പറഞ്ഞു തരാനുള്ള അതിന് മാത്രം പ്രണയിച്ചിട്ടുള്ള അനുഭവം എനിക്കില്ല. അതാണ് പ്രയോഗിച്ചിട്ടില്ല. എന്റെ അനുഭവത്തിലെന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറയുമ്പോൾ പടാമ്പൂച്ചി പറക്കുന്നവരൊക്കെ പറയും. അതായത് മയക്കുമരുന്ന് നമുക്കൊരു വേറെ ഫീലാണ് നമ്മുടെ ക്രഷിനെ കാണുന്നത്. അത് എന്ന് പറയുന്നത് നമ്മള് തലച്ചോറിന്റെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടുണ്ടാവുന്നതാണ്. സ്വന്തമായി കഴിയുമ്പോൾ ആ പറയുന്ന ഒരു ഫീലിംഗ് അല്ല, അതിന്റെ വേറെ ഡയമെൻഷനിലേക്കാണ് പോകുന്നത്. മരിച്ചുപോയി അങ്ങനെ ഒരു പോയിന്റുണ്ട്. നമ്മള് പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സാഹചര്യം എല്ലാം കൂടെ വന്ന് നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പ് കഴിഞ്ഞിട്ട് ജീവിത സാഹചര്യങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ പറയാൻ മരിച്ചു പോകുന്ന വരും. അവിടെ നിന്നും പോക്കി വരുന്നതാണ് ശരിക്കുള്ള വളരെ കിടക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. അപ്പൊ അതൊക്കെ നമ്മളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ സ്നേഹം അതും പ്രണയമാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരിക്കില്ല, പക്ഷെ വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണ്. അത് ഈ പറയുന്ന മരം ചുറ്റി പ്രേമവും അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള മനസ്സുകൾ തമ്മിലുള്ള അതാണ് സംഭവം. അത് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാവുന്നു. പ്രേമിക്കാൻ എങ്ങനെ നിലക്കൊള്ളുന്നു അത് നമ്മളോട് തീരുമാനിച്ചാണ് പ്രേമിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ജീവിക്കുന്ന നാട്ടില് ബലാത്സംഗത്തെക്കാൾ വലിയ തെറ്റാണല്ലോ പ്രണയം. സദാചാരക്കാരൊക്കെ ഉണ്ടായിട്ടുള്ള ഈ നാട്ടിൽ ഇന്നേ വരെ ഒരു റേപ്പ് പോലും തടയാൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോ കുഴപ്പമില്ല. അതിലൊരു അടിപൊളി ഡയലോഗ് ഉണ്ട്. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും നിങ്ങൾ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞ ഒരു അപ്പുവേട്ടൻ പറഞ്ഞ ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് പറയാം. നമ്മുടെ അച്ഛൻ ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് കയറുന്നതാണ്. ഇന്നെന്തായാലും മൊയ്തനെ കെട്ടിച്ചു കൊടുക്കുന്നു. നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ ജീവിതം അതിനുള്ള മനസാക്ഷി എനിക്കില്ല. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാനത് സ്നേഹിക്കുന്നത്. ഗപ്പിയിലെ തന്റെ പുകവലിയെ പറ്റി ചോദിച്ചപ്പോൾ ഗപ്പി സിനിമ കാണാനായിട്ട് ഞാനും എന്റെ ഫാമിലി ഒരുമിച്ചു. എന്റെ അപ്പനും അമ്മയുടെ അപ്പനെയൊക്കെ കടയിലുണ്ട്. എന്റെ അമ്മ പെട്ടെന്ന് ചോദിക്കുന്നത് മോനെ നീ എത്ര സിഗരറ്റാണ് എടുക്കുന്നത്? ഞാൻ അമ്മ പറയാൻ അമ്മ സിഗരറ്റ് എടുക്കാണ് ഞാൻ സിഗരറ്റ് എടുക്കുന്നത്. അപ്പൊ തന്നെ എന്റെ അപ്പന്റെ കമന്റാണ് പറഞ്ഞത്, ഒന്നിനും നീ നന്നായി സിഗരറ്റ് എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നീ നല്ല നല്ലതാണ്. എനിക്ക് അതാണ് പെട്ടെന്ന് പറയാൻ ഉറപ്പുവരും. എന്തായാലും ഞാൻ ആദ്യ ദിവസം തന്നെ പടം കണ്ടു. നല്ല കിടുക്കൻ പടം, എല്ലാവരും പോയി കാണുക.